എല്ലാവർക്കും നമസ്തേ. ഞാൻ സിന്ധു സതീശൻ. നമ്മുടെ കൊച്ചു കേരളത്തിൽ ലവ് ജിഹാദ് ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. അത് തന്നെയാണ് എൻ്റെ മറുപടി. ഇനി നിങ്ങളുടെ മറുപടി എന്ത് തന്നെയായാലും, നിങ്ങളിനി എത്രയൊക്കെ നിഷേധിച്ചാലും നമ്മുടെ കേരളത്തിൽ ലവ് ജിഹാദ് ഉണ്ട്. അതിന് ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് 2 ദിവസം മുന്നേ മധ്യപ്രദേശിൽ നിന്ന് നമ്മുടെ കേരളത്തിലേക്ക് വിരുന്നെത്തിയ പോക്സോ കേസ്. ഈ കേസിനെ കുറിച്ച് നമ്മുടെ കേരളത്തിലെ എല്ലാവർക്കും, എല്ലാ പ്രബുദ്ധ മലയാളികൾക്കും നല്ല ബോധ്യമുണ്ട്. എന്തിനാണ് കേരളത്തിലേക്ക് മധ്യപ്രദേശിൽ നിന്ന്, അതായത് അന്യ സംസ്ഥാനത്ത് നിന്ന് നമ്മുടെ കേരളത്തിലേക്ക് പോക്സോ കേസ് വന്നതെന്നും അതിൻ്റെ വഴി എന്താണ്, സംഭവം എന്താണെന്ന് അല്ലേ. ഈ കേരള സ്റ്റോറി എന്ന് പറയുമ്പോൾ നമ്മുടെ കേരളത്തിലെ കമ്മികൾക്കും സൂടാപ്പികൾക്കും കൊങ്ങുകൾക്കും ഭയങ്കര കയ്യും കാലിട്ടടിച്ച് മോങ്ങും. നമ്മുടെ കേരളത്തെ അപമാനിക്കുന്നു, കേരളത്തെ അങ്ങനെ പറയുന്നു, മറ്റു സംസ്ഥാനക്കാരെ ആക്ഷേപിക്കുന്നു, സംഘപരിവാറാണ് ഇതിന് കൂട്ടി നിൽക്കുന്നതെന്നൊക്കെ. ഇപ്പം ഈ കഴിഞ്ഞ ഒരു സംഭവ വികാസത്തിൽ കേരളത്തിലെ മുഖ്യ ധാരയിലുള്ള നേതാക്കന്മാർ തന്നെ പറഞ്ഞു, ഇതാണ് കേരള സ്റ്റോറി, ഇതാണ് കേരള സ്റ്റോറി എന്ന് പറഞ്ഞിട്ട് പല മാധ്യമങ്ങൾക്കും ഇവർ എന്താ പറയുക, ബൈറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്താന്നാ കേരള സ്റ്റോറി? ഇവർ ഇതാണ് കേരള സ്റ്റോറി എന്ന് അംഗീകരിച്ച ആ കേരള സ്റ്റോറി എന്താണ്? ഞാൻ എല്ലാ മലയാളികളോടും ഒരു കാര്യം ചോദിച്ചോട്ടെ. നിങ്ങളെ വീട്ടിലത്തെ കുട്ടി ഇപ്പോൾ വേറൊരു അന്യമതത്തിൽപ്പെട്ട അല്ലെങ്കിൽ വേറെ ആരെങ്കിലും സ്നേഹിക്കുന്നു, ആ ഒരു ബന്ധം നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്ന് വെച്ചോളൂ. നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത ഒരു വിവാഹത്തിനെ തൊട്ട അയൽവക്കത്തുള്ള ഒരാൾ ഇഷ്ടപ്പെടുകയും നിങ്ങളുടെ സമ്മതമില്ലാതെ നിങ്ങളുടെ പെൺകുട്ടിക്ക് വേണ്ടി അവള് പ്രേമിക്കുന്ന, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ആ ഒരു വരനെ പ്രേമിക്കുന്ന വരനെ കൂട്ടിക്കൊണ്ടുവരികയും അല്ലെങ്കിൽ അവർ വരുമ്പോൾ ഈ അയൽവക്കക്കാർ കല്യാണം കഴിപ്പിച്ചു കൊടുത്താൽ എന്തായിരിക്കും നിങ്ങളുടെ മനോഭാവം? നിങ്ങൾ ആ അയൽവക്കക്കാരോട് ക്ഷമിക്കുമോ? നിങ്ങൾ അവരോട് സൗഹാർദ്ദപരമായിട്ട് പെരുമാറുമോ? അല്ലെങ്കിൽ അവർ നിങ്ങളുടെ ശത്രുവോ? എന്താണ് ഉണ്ടാവുക? ഈ പ്രയാഗരാജ് മഹാകുംഭമേളയിൽ വൈറലായ ഒരു പെൺകുട്ടിയാണ് മധ്യപ്രദേശുകാരിയായ മൊണാലിസ ഭോസ്ലെ. ആ പെൺകുട്ടി ഈ കുംഭമേള കഴിഞ്ഞതിന് ശേഷം നമ്മുടെ നാട്ടിലേക്ക്, നമ്മുടെ കേരളത്തിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ബോബി ചെമ്മണ്ണൂരിൻ്റെ ബോച്ചയുടെ ഒരു ജ്വല്ലറി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഈ മൊണാലിസ ഭോസ്ലേക്ക് നമ്മുടെ കേരളമായിട്ടുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത് ഈ ജ്വല്ലറി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വന്നു എന്നൊറ്റ കാരണത്താലാണ്. അല്ലെങ്കിൽ ആ കുട്ടിക്ക് ഈ കേരളവുമായിട്ടുള്ള യാതൊരു ബന്ധവും ഉണ്ടാവില്ല. അത് കഴിഞ്ഞ് രണ്ടാമത് ഈ കുട്ടി വരുന്നത് വെറും 1 മാസം പ്രണയബന്ധത്തിലായ ഒരു മുസ്ലിം പയ്യനെ തനിക്ക് വിവാഹം കഴിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ കേരളത്തിലത്തെ സർക്കാരും പാർട്ടി നേതാക്കളും പോലീസും ഒക്കെ, അവിടുത്തെ ഈ സർക്കാർ സംവിധാനങ്ങളൊക്കെ ഏതെങ്കിലും ഒരു നാട്ടിൽ നിന്ന്, ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിൽ നിന്ന് തനിക്ക് കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞ് കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്ന ബ്രോക്കർ പണിയാണ് ഇവിടെയുള്ള ആൾക്കാർക്ക്. നാണമില്ല നിങ്ങൾക്ക്? ഒരു പെൺകുട്ടി വന്നിട്ട് എൻ്റെ അച്ഛനും അമ്മയും സമ്മതിക്കുന്നില്ല, അതുകൊണ്ട് എനിക്ക് ഇവനെ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞിട്ട് വരുമ്പോൾ നിങ്ങളൊന്ന് അന്വേഷിക്കണ്ടേ? എന്താണ് ഇവർ ഈ മാതാപിതാക്കൾ സമ്മതിക്കാത്തതിൻ്റെ കാരണം എന്താണ്? ആ കുട്ടിയെക്കുറിച്ച്, ആ കുട്ടിയുടെ കുടുംബത്തെക്കുറിച്ച്, മാതാപിതാക്കളെക്കുറിച്ച്, അവരുടെ ആ ഒരു സാഹചര്യത്തെക്കുറിച്ചൊക്കെ അന്വേഷിക്കണ്ടേ? അതില്ലാതെ വെറുതെ വന്ന് കല്യാണം കഴിപ്പിച്ചു കൊടുക്കുക, എന്നിട്ട് ഇതാണ് കേരള സ്റ്റോറി എന്ന് പറയുക. ഇതാണ് കേരള സ്റ്റോറി. ശരിക്കും നിങ്ങൾ പറഞ്ഞതാണ് ശരി, ഇതാണ് കേരള സ്റ്റോറി. മുസ്ലിം ജിഹാദികൾക്ക് വേണ്ടിയിട്ട് ഹിന്ദു പെൺകുട്ടികളെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുക, ഇത് തന്നെയല്ലേ കേരള സ്റ്റോറിയിലും പറയുന്നത്. വന്ന കേരള സ്റ്റോറി സിനിമകളിലൊക്കെ പറയുന്നത് ഇതൊക്കെ തന്നെയാണ്. ഇത് അടിവരയിട്ട് അത് തന്നെയാണ് ഇത്. തത്വമസി എന്നാലും പറയില്ലേ, അത് തന്നെയാണ് ഇത് കേരള സ്റ്റോറി. ഈ മൊണാലിസ എന്ന് പറഞ്ഞ പെൺകുട്ടി മധ്യപ്രദേശിൽ നിന്ന് നമ്മുടെ കേരളത്തിലേക്ക് വന്നത് ഷൂട്ടിംഗ് ആയിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യത്തിനാണ്, അല്ലാണ്ട് കല്യാണം കഴിക്കാനല്ല. അവർ ഇവിടെ എത്തിയതിന് ശേഷമാണ് കല്യാണം കഴിക്കണം എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. അങ്ങനെ കേരളത്തിലേക്ക് എത്തിയ ഈ മൊണാലിസ ഭോസ്ലെ എന്ന് പറഞ്ഞ പെൺകുട്ടിയുടെ കാമുകനായ ഫർമാൻ ഖാൻ, UP-കാരനായ ഫർമാൻ ഖാൻ മൊണാലിസയെ കല്യാണം കഴിക്കുന്നത് 2026 മാർച്ച് 11-നാണ്. തിരുവനന്തപുരത്തെ അരുമാനൂർ നയനാർ ക്ഷേത്രത്തിൽ വെച്ചാണ് ഹിന്ദു ആചാരപ്രകാരം കല്യാണം കഴിച്ചത്. ഈ ഹിന്ദു ആചാരപ്രകാരം കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞാൽ ഈ 2 വരനും വധുവും ഹിന്ദു ആയിരിക്കണം. അങ്ങനെയെങ്കിൽ മാത്രമേ ഈ ഹിന്ദു ആചാരപ്രകാരം കല്യാണം കഴിക്കാൻ പറ്റൂ. ഇത് പെൺകുട്ടി ഹിന്ദുവും വരൻ മുസ്ലിമുമാണ്. പിന്നെ എങ്ങനെയാണ് ഇവർ
ഈ ഹിന്ദു ആക്ട് പ്രകാരം കല്യാണം കഴിപ്പിച്ചു കൊടുത്തതെന്ന് അറിയില്ല. മാരേജ് ആക്ട് പ്രകാരമല്ലേ ഇവർ കല്യാണം കഴിക്കുന്നത്. ശരിക്കും അതിശയിപ്പിക്കുന്നത് ഈ ഒരു അന്യ സംസ്ഥാനത്ത് നിന്ന് വന്നിട്ട് നമ്മളെ കേരളത്തിൽ വന്നിട്ട് കല്യാണം കഴിക്കണം എന്ന് പറയുമ്പോൾ ഒരു എളുപ്പമില്ലാത്ത നമ്മളെ സർക്കാർ സംവിധാനങ്ങൾ അവർ ദുരുപയോഗം ചെയ്തു എന്നുള്ളതാണ്. കൂടാതെ ഇതിനൊരു പോലീസ് ഒരു ചോദ്യം ചെയ്തിട്ടില്ല. ഇങ്ങനെ ഒരു ഹിന്ദു പെൺകുട്ടിയും അതുപോലെ തന്നെ മുസ്ലിം പിന്നെ ഒരു യുവാവും വന്നിട്ട് കല്യാണം കഴിക്കുമ്പോൾ പോലീസിൽ നിന്ന് യാതൊരു അന്വേഷണം ഉണ്ടായില്ല. അല്ലെങ്കിൽ പഞ്ചായത്തിൽ നിന്ന് ഈ സർട്ടിഫിക്കറ്റ് അവർ നേടിയെടുക്കുമ്പോൾ ഇതെന്തുകൊണ്ട് ഇവരിങ്ങനെ എടുക്കുന്നു, എന്തിനാണ്, ഇതിൻ്റെ ഉദ്ദേശശുദ്ധി എന്താണ്, ഇത് സത്യമാണോ അതോ ഫേക്കാണോ എന്നൊക്കെയുള്ള ഒരു അന്വേഷണം ഉണ്ടല്ലോ, അതൊന്നും ഉണ്ടായില്ല. അവർ വന്ന് ചോദിച്ചു, നമ്മളെ സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥന്മാർ കൊടുക്കണം എന്ന് പറഞ്ഞു, കൊടുത്തു, കല്യാണം കഴിച്ചു. ഇതിൽ പിന്നെ നമ്മുടെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അതുപോലെ തന്നെ ശിവൻകുട്ടി LLB ഒക്കെയാണെന്നാണ് പറയുന്നേക്കുന്നത്. ഇദ്ദേഹത്തിന് ഈ നിയമത്തെക്കുറിച്ച് എന്തെങ്കിലും ഒരു ബോധ്യം ഉണ്ടോ എന്ന് ദൈവത്തിന് അറിയാൻ പറ്റും. അങ്ങനെ എന്തെങ്കിലും ഒരു ബോധ്യം ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു കല്യാണം കഴിക്കുമ്പോൾ അല്ലെങ്കിൽ കഴിപ്പിച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ വരും വരായികൾ എന്താണെന്ന് അറിയേണ്ട ഒരു സാമാന്യ ബോധം ഈ LLB-കാരനായ ശിവൻകുട്ടിക്ക് ഉണ്ടാവില്ലേ? അതുപോലെ തന്നെ ഈ റഹീം വലിയ വായിൽ എന്തൊക്കെയോ എന്താ പറയുക വിളിച്ചു പറയുന്ന ഒരു വ്യക്തിയാണ്. ഭയങ്കര അറിവാണ് എന്നാണ് ഇദ്ദേഹത്തിനൊക്കെ നാട്യം. ഇദ്ദേഹത്തിന് മനസ്സിലാവില്ലേ ഇങ്ങനെ ഒരു കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഇത്രയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. ഇവരൊക്കെ കൂടി ചേർന്ന് അവിടുത്തെ എന്താ പറയുക ലോക്കൽ സെക്രട്ടറിയും പ്രസിഡന്റും എല്ലാവരും കൂടി ഈ CPM-ന്റെ എല്ലാവരും കൂടി ചേർന്ന് ഈ കല്യാണം ഉണ്ടാക്കി കൊടുത്തത്. ഇവരൊക്കെ ചേർന്ന് കൂട്ടമായി ചേർന്ന് പൂർണ്ണ സഹകരണത്തോടെ ഈ കല്യാണം നടത്തി കൊടുത്തതുകൊണ്ടാണ് ഇവിടെ നമ്മൾ കേരളത്തിൽ ഇത്തരത്തിലുള്ള കേരള സ്റ്റോറികൾ ഇതിനു മുന്നേയും ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴുണ്ട്, ഇനി ഉണ്ടാവുകയും ചെയ്യുമെന്ന് മറ്റുള്ളവർ പറയുന്നത്. ഇതിപ്പോൾ ലോകത്തിന് മുന്നിൽ വിളിച്ചു പറയണം, ഇതാണ് കേരള സ്റ്റോറി എന്ന്. പ്രായപൂർത്തിയാകാത്ത ഒരു ഹിന്ദു പെൺകുട്ടിയെ ഒരു മുസ്ലിം യുവാവിന് ഒരു നിലപാടുമില്ലാതെ കല്യാണം കഴിപ്പിച്ചു കൊടുത്തു എന്നുള്ളത്. ഇനിയിപ്പോൾ ഈ കേസ് വരുന്നത് ഈ മൊണാലിസ ഭോസ്ലെയുടെ മാതാപിതാക്കളുടെ സമ്മതമില്ലാതെയാണ് അന്യമതസ്ഥനായ മുസ്ലിം മതസ്ഥനായ ഒരു വ്യക്തിക്ക്, ഫർമാൻ ഖാൻ എന്ന് പറഞ്ഞ വ്യക്തിക്ക് മൊണാലിസയെ CPM-ഉം അതുപോലെ തന്നെ മന്ത്രിമാരും MP-മാരൊക്കെ ചേർന്നിട്ട് കല്യാണം കഴിപ്പിച്ചു കൊടുത്തത്. കൂടാതെ ഇവർ കല്യാണം കഴിപ്പിച്ചു കൊടുത്തതിലല്ല, ഈ കല്യാണം കഴിച്ച പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായില്ല എന്നൊരു വലിയൊരു അപാകത, വലിയൊരു കുറ്റം അവിടെ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ മൊണാലിസയുടെ മാതാപിതാക്കൾ പറഞ്ഞത് തൻ്റെ മകളെ തട്ടിക്കൊണ്ടുപോയി എന്നാണ്. അപ്പൊ തട്ടിക്കൊണ്ടുപോയ ഒരു പെൺകുട്ടിയെയാണ് ഇവര് കൂട്ടം ചേർന്ന് കെട്ടിച്ചു കൊടുത്തത്. നമ്മുടെ എന്താ പറയാ ഭയങ്കര ആധികാരികമായിട്ട് സ്വാതന്ത്ര്യത്തെക്കുറിച്ചും സോഷ്യലിസത്തെക്കുറിച്ചും വാദോരാതെ സംസാരിക്കുന്ന ആൾക്കാർ, CPM-കാർ. ഈ മൊണാലിസയുടെ പ്രായത്തെക്കുറിച്ച് ഡൽഹിയിലെ ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ ഈ പെൺകുട്ടി വിവാഹം കഴിക്കാനുള്ള പ്രായമായിട്ടില്ല എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഈ മൊണാലിസയുടെ ജനനത്തീയതി 2009 ഡിസംബർ 30-നാണ്. അതുകൊണ്ട് തന്നെ ഈ മൊണാലിസ കല്യാണം കഴിക്കുന്ന സമയത്ത് പ്രായപൂർത്തിയായിട്ടില്ല. പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയാണ് ഗോവിന്ദനും ശിവൻകുട്ടിയും അതുപോലത്തെ റഹീമും കൂടാതെ അവിടെയുള്ള CPM-ലത്തെ ലോക്കൽ നേതാക്കന്മാരെല്ലാവരും കൂടി ചേർന്ന് കല്യാണം കഴിപ്പിച്ചു കൊടുത്തത്, അമ്പലത്തിലെ ഭാരവാഹികളും. ഈ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ ഫർമാൻ ഖാനെതിരെ, അതായത് ഈ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുവന്ന് കെട്ടിയ ഫർമാൻ ഖാനെതിരെ പോക്സോ കേസ് ചുമത്തിയിരിക്കുകയാണ്. കൂടാതെ പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധിത നിയമപ്രകാരവും കേസെടുത്തിട്ടുണ്ട്. ഭലേ ഭേഷ. അതുമാത്രമല്ല, മധ്യപ്രദേശിലെ IG-യെയും നമ്മുടെ കേരളത്തിലെ പ്രിയപ്പെട്ട IG-യെയും അങ്ങ് ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. നല്ല കാര്യം, രണ്ടാളും കൂടി ചേർന്ന് ചർച്ചയിലെത്തിയിട്ട് ഒരു തീരുമാനത്തിലെത്തട്ടെ. ഇനി DIG മാത്രമൊന്നല്ല ഈ കാര്യത്തിൽ വിശദീകരണം കൊടുക്കേണ്ടി വരിക. ഗോവിന്ദ മാഷ് കൊടുക്കേണ്ടി വരും, ശിവൻകുട്ടി കൊടുക്കേണ്ടി വരും, അതുപോലെ തന്നെ റഹീമും കൊടുക്കേണ്ടി വരും, നമ്മുടെ പ്രാദേശിക നേതൃത്വം എല്ലാവരും അതിൽ പങ്കെടുത്ത എല്ലാവരും കൊടുക്കേണ്ടി വരും, അമ്പലത്തിലെ ഭാരവാഹികളും കൊടുക്കേണ്ടി വരും. പാർത്തി സമുദായത്തിൽ ജനിച്ച മൊണാലിസ ഭോസ്ലെ 2009 ഡിസംബർ 30-ന് വൈകുന്നേരം 5:50-നാണ് ജനിച്ചത് അത്രേ. ഈ ജനനത്തീയതി പ്രകാരം 2026 മാർച്ച് 16-ന് മൊണാലിസയ്ക്ക് വെറും 16 വയസ്സും 2 മാസവും 12 ദിവസവുമാണ് പ്രായം. സത്യത്തിൽ ഈ ഒരു വിവാഹം ഈ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയും അതുപോലെ തന്നെ മന്ത്രിയും MP ഒക്കെ ചേർന്ന് നടത്തിക്കൊടുത്തത് എപ്പോഴും ഹിന്ദുക്കൾക്ക് വേണ്ടി ശബ്ദമുയർത്തുന്ന ഒരു പ്രസ്ഥാനമാണ് സംഘപരിവാർ. അപ്പം അവർക്കെതിരെ ഒരു കൊട്ടു കൊടുക്കാനും പിന്നെ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇങ്ങനൊരു വിവാഹം നടത്തിക്കൊടുത്തു കഴിഞ്ഞാൽ ഓസിന് വോട്ട് കിട്ടും എന്നുള്ള ധാരണയായിരിക്കാം ഇങ്ങനെയൊക്കെ ചെയ്തത്.
എന്തായാലും ഇതാണ് കേരള സ്റ്റോറി എന്ന് മാലോകരെ വിളിച്ചു പറഞ്ഞു കൊടുത്ത ഈ ഒരു കല്യാണം, ഇത് തന്നെയാണ് കേരള സ്റ്റോറി എന്ന് മാലോകരെ കൊണ്ട് പറയിച്ച CPM-നും CPM-ന്റെ നേതാക്കൾക്കും അമ്പലം ഭാരവാഹികൾക്കും നമോഭാഗം.